നമസ്കാരം, സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രിമാർ കേരളത്തിന്റെ വികസനം ആഗ്രഹിക്കുന്നില്ലെന്ന് മന്ത്രി OR കേളു. കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനത്തിന് വേണ്ടി യാതൊന്നും നേടിയെടുക്കാൻ കേന്ദ്രമന്ത്രിമാർക്ക് കഴിഞ്ഞില്ലെന്നും OR കേളു. അർഹതപ്പെട്ട എല്ലാവർക്കും ഭക്ഷ്യധാന്യം ലഭ്യമാക്കുകയാണ് സർക്കാർ നയമെന്ന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ. എല്ലാവർക്കും ഭക്ഷ്യധാന്യം എത്തിയെന്ന് ഉറപ്പുവരുത്താൻ സിവിൽ സപ്ലൈസ് വകുപ്പിൽ നിന്നും നിരന്തര പരിശ്രമമാണ് നടത്തുന്നതെന്നും GR അനിൽ. നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതി ചെന്താമരയുമായി പോത്തുണ്ടിയിലും പരിസരങ്ങളിലും പോലീസ് തെളിവെടുപ്പ് നടത്തി. വൻ പോലീസ് സന്നാഹത്തോടെയാണ് തെളിവെടുപ്പ്. കൂസലില്ലാതെ കാര്യങ്ങൾ വിശദീകരിച്ച് ചെന്താമര. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. CPIM-ന്റെയും CITU-ന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. വാർത്തകൾ വിശദമായി. കേന്ദ്രമന്ത്രിമാർ കേരളത്തിന്റെ വികസനം ആഗ്രഹിക്കുന്നില്ലെന്ന് മന്ത്രി OR കേളു. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ യഥാർത്ഥത്തിൽ കേരള വികസനം ആഗ്രഹിക്കാത്തവരാണെന്ന് മന്ത്രി OR കേളു പറഞ്ഞു. അപ്പോൾ അവർ കേന്ദ്രമന്ത്രിമാർ പറയുന്നത് കേരളം വലിയ ഡെവലപ്പാണ്, അതുകൊണ്ട് ഇനി അവരൊന്നും സഹായിക്കണ്ട എന്നുള്ള ഒരു നിലപാടാണ് നമ്മുടെ കേന്ദ്രമന്ത്രിമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് ഒരു കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള കേന്ദ്രമന്ത്രിമാർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അപ്പോൾ അതൊക്കെ എന്താ പറയുക, കേരളം എപ്പോഴും മോശമായി കിടക്കട്ടെ എന്നോ അല്ലെങ്കിൽ കേരളം പുരോഗമിക്കണ്ടെന്നോ അങ്ങനെ വല്ല കാഴ്ചപ്പാടും ഈ മന്ത്രിമാർ ചിന്തിക്കുന്നുണ്ടോ വിചാരിക്കുന്നുണ്ടോ എന്നുള്ളതല്ലേ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന കാര്യം. അതേസമയത്ത് UDF-ൻ്റെ MP-മാരെ സംബന്ധിച്ച് അവരും കാര്യമായിട്ട് പ്രതികരിച്ച് കാണുന്നില്ല. പാലക്കാട് വടക്കഞ്ചേരിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനത്തിന് വേണ്ടി യാതൊന്നും നേടിയെടുക്കാൻ കഴിയാത്തവരാണ് കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും. കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിച്ച ബജറ്റ് അവഗണനയ്ക്കെതിരെ പ്രതികരിക്കാതെ അതിനെ ന്യായീകരിക്കുന്ന നിലയിലാണ് ഇവരുടെ പ്രസ്താവനകൾ. ഇതിനെതിരെ UDF MP-മാരും പ്രതികരിക്കുന്നില്ല. കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്ന നിലയിലുള്ള കേന്ദ്രമന്ത്രിമാരുടെ പ്രസ്താവനയെ കേരളത്തിൽ നിന്നുള്ള UDF MP-മാർ നിലപാട് വ്യക്തമാക്കണം. ബജറ്റിൽ കടുത്ത അവഗണനയാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിച്ചത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കുള്ള ഫണ്ട് വർഷം തോറും വെട്ടിക്കുറയ്ക്കുന്നതിലൂടെ അടിസ്ഥാന ജനവിഭാഗങ്ങളോട് കടുത്ത അവഗണനയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നും OR കേളു പറഞ്ഞു. അർഹതപ്പെട്ട എല്ലാവർക്കും ഭക്ഷ്യധാന്യം ലഭ്യമാക്കുകയാണ് സർക്കാർ നയമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ. പറമ്പിക്കുളം ഗോത്രവർഗ മേഖലയിൽ റേഷൻ ഭക്ഷ്യധാന്യം നേരിട്ട് എത്തിക്കുന്നതിനായി ആരംഭിച്ച സഞ്ചരിക്കുന്ന റേഷൻ കട ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഴുവൻ കുടുംബങ്ങളെയും വ്യക്തികളെയും മസ്റ്ററിംഗിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ വകുപ്പും ഗവൺമെന്റും എടുത്ത പരിശ്രമം വളരെ വലുതാണ്. പല അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തിയപ്പോൾ ആ 903 കുടുംബങ്ങൾക്കും AAY കാർഡ് ഈ ഗവൺമെന്റ് വിതരണം ചെയ്യുകയുണ്ടായി. ഏറ്റവും അവസാനത്തെ ഗവൺമെന്റ് കരുതലും കൈത്താങ്ങലുമായി വന്ന സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ അപേക്ഷയിൽ 143 അപേക്ഷയ്ക്കും പരിഹാരമുണ്ടാക്കാൻ കഴിയും. സംസ്ഥാനത്തൊട്ടാകെ ഏകദേശം 1 ലക്ഷത്തോളം മുൻഗണനാ കാർഡ് കൊടുക്കാനുള്ള നടപടികൾ പൂർത്തിയായി വരികയാണ്. ഈ ജില്ലയിൽ 9772 മുൻഗണനാ കാർഡ് മാറ്റാനുള്ള അപേക്ഷകളിൽ മഹാഭൂരിപക്ഷം അപേക്ഷയും പരിഗണനാർഹമായിട്ടുള്ള അപേക്ഷകളായിട്ടുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറായിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ 9373 മുൻഗണനാ കാർഡ് ഈ ജില്ലയിൽ വിതരണം ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് ആ നിലയിൽ അർഹതയുള്ള കുടുംബങ്ങൾക്ക് കാർഡ് മാറ്റി കൊടുക്കുന്ന പ്രവർത്തനമാണെങ്കിലും അർഹതയുള്ള കുടുംബങ്ങളുടെ അപേക്ഷ പരിഗണിക്കുന്ന വിഷയത്തിലാണെങ്കിലും അർഹതയുള്ള ആളുകൾക്ക് ഭക്ഷ്യധാന്യം എത്തിക്കുന്ന കാര്യത്തിലാണെങ്കിലും ശ്രദ്ധാപൂർവമായിട്ടുള്ള ഇടപെടലാണ് ഗവൺമെന്റ് നടത്തുന്നത് എന്ന ആ ജനവിഭാഗങ്ങളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു പദ്ധതിയെക്കുറിച്ച് ആലോചിച്ചത്. വനം വകുപ്പിന്റെ സഹായത്തോടുകൂടി അവരുടെ വാഹനങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ചില കേന്ദ്രങ്ങൾ നമുക്ക് സ്വകാര്യ വാഹനങ്ങൾ ഗവൺമെന്റിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി അതിലൂടെ വിതരണം ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അർഹതപ്പെട്ട കൈകളിൽ ഭക്ഷ്യധാന്യം എത്തിയെന്ന് ഉറപ്പുവരുത്താൻ സിവിൽ സപ്ലൈസ് വകുപ്പ് നിരന്തര പരിശ്രമമാണ് നടത്തുന്നതെന്നും GR അനിൽ പറഞ്ഞു. സംസ്ഥാനത്തെ 139ാമത്തെയും ജില്ലയിലെ 3ാമത്തെയും സഞ്ചരിക്കുന്ന റേഷൻ കടയാണ് പറമ്പിക്കുളത്ത് പ്രവർത്തനം തുടങ്ങിയത്. K ബാബു MLA ചടങ്ങിൽ അധ്യക്ഷനായി. മുതലമട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P കൽപ്പനാദേവി, കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KC കൃഷ്ണൻ, ഷെൽവി, K ഗോപാലകൃഷ്ണൻ, P മല്ലിയപ്പൻ, C അജയൻ, K പ്രേമൻ, V കൃഷ്ണൻകുട്ടി, അജിത് കുമാർ, IS ബീന എന്നിവർ സംസാരിച്ചു.
നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതി ചെന്താമരയുമായി പോത്തുണ്ടിയിലും പരിസര പ്രദേശങ്ങളിലും പോലീസ് തെളിവെടുപ്പ് നടത്തി. നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനി ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 3 ദിവസമാണ് കസ്റ്റഡി കാലാവധി. പോത്തുണ്ടി ബോയൻ കോളനി സുധാകരനെയും മാതാവ് ലക്ഷ്മിയെയും കഴിഞ്ഞ 27-നാണ് സുധാകരൻ കൊലപ്പെടുത്തിയത്. കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതി ചെന്താമരയുമായി പോത്തുണ്ടി ബോയൻ കോളനിയിൽ തെളിവെടുപ്പ് നടത്തി. ബോയൻ കോളനി കൃത്യം നടന്ന സ്ഥലം, പ്രതിയുടെ വീട്, ഒളിവ് കേന്ദ്രം എന്നിവിടങ്ങളിലാണ് തെളിവെടുപ്പ് നടന്നത്. കൃത്യം പുനരാവിഷ്കരിച്ചും പോലീസ് തെളിവ് ശേഖരിക്കും. ചെന്താമരയും ഭാര്യയും വേർപിരിയാനിടയായത് സുധാകരൻ്റെ ഭാര്യ സജിതയാണെന്ന് വിശ്വസിച്ച ചെന്താമര 2019-ൽ സജിതയെ കൊലപ്പെടുത്തിയിരുന്നു. ഇതിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നതിനിടെ ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കഴിഞ്ഞ 27-ന് കൊലപ്പെടുത്തിയത്. കൊലയ്ക്ക് ശേഷം പോത്തുണ്ടി വനാന്തരങ്ങളിൽ ഒളിച്ച പ്രതിയെ 2 ദിവസങ്ങൾക്ക് ശേഷമാണ് പിടികൂടിയത്. ആലത്തൂർ മുൻസിഫ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ആലത്തൂർ ജയിലിലേക്കും സുരക്ഷാ കാരണങ്ങളാൽ പിന്നീട് വിയ്യൂർ ജയിലിലേക്കും മാറ്റി. ഒരു പോലീസുകാരനെയും പരിസരവാസിയായ ഒരു സ്ത്രീ ഉൾപ്പെടെ 5 പേരെ കൊല്ലാൻ ചെന്താമര ലക്ഷ്യം വെച്ചിരുന്നു. പരമാവധി ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. അതേസമയം പ്രതിയെ പിടികൂടിയതറിഞ്ഞ് സ്റ്റേഷനിലെത്തിയ പ്രദേശവാസികൾക്കെതിരെ കേസെടുത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധവും കനക്കുകയാണ്. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. CPIM-ന്റെയും CITU-ന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. ബജറ്റിൽ കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെയാണ് CITU വടക്കഞ്ചേരി ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കഞ്ചേരിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. 8 ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ 8 വിലപിടിച്ച സാരികളായിരുന്നു ധരിച്ചിരുന്നത്. ഇക്കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അവർ ധരിച്ച സാരിയുടെ പേര് മധുബാനി എന്നായിരുന്നു. ഈ സാരിയുടെ കളറും അതിൻ്റെ പേരും അതിൻ്റെ വലിപ്പവും അതിൻ്റെ ചരിത്രവും അതിൻ്റെ മനോഹാരിതയുമൊക്കെയാണ് ഇവിടെ മാപ്രകൾ ജനങ്ങളെ അറിയിച്ചത്. ഈ ബഡ്ജറ്റിൻ്റെ ഉള്ളടക്കം എത്രത്തോളം ജനവിരുദ്ധമാണ് എന്ന് അവർ മറച്ചുവെച്ചു. നമ്മുടെ രാജ്യത്ത് 145 കോടി ജനങ്ങളുണ്ട്. ഇപ്പോൾ ഇതൊരു കണക്കാണ്, ഡാറ്റ പ്രകാരമില്ല. ഡാറ്റ പ്രകാരം ജനസംഖ്യ വരണമെങ്കിൽ 20 കൊല്ലം മുമ്പാണ് കനീഷുമാരി സെൻസസ് നടന്നത് ഇന്ത്യ രാജ്യത്ത്. 20 കൊല്ലം മുമ്പ് നടന്ന സെൻസസ് പ്രകാരമുള്ള ജനസംഖ്യ ഡാറ്റയിൽ കാണും. എന്നാൽ അനൗദ്യോഗിക കണക്ക് പ്രകാരം 145 കോടി ജനങ്ങളുണ്ട് ഇന്ത്യ രാജ്യത്ത്. ചൈനയെ മറികടന്ന ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാഷ്ട്രമായി മാറി. കെ പ്രഭാകരൻ അധ്യക്ഷനായി. CPIM ജില്ലാ കമ്മിറ്റി അംഗം TM ശശി, CK നാരായണൻ, K രാധാകൃഷ്ണൻ, സാറാവുമ്മ എന്നിവർ സംസാരിച്ചു. കണ്ണമ്പ്ര 2 ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുളിങ്കൂട്ടത്ത് നടന്ന പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും CPIM ഏരിയ സെക്രട്ടറി T കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് അടക്കം മറ്റിതര സംസ്ഥാന ഗവൺമെന്റുകൾ എല്ലാ മേഖലയെയും സ്വകാര്യവൽക്കരിക്കുകയും അതേപോലെ തന്നെ സാമ്രാജ്യത്വ നടപടികളുടെ ഭാഗമായി അതിനെല്ലാം കീഴടങ്ങി നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ പാപ്പരീകരിക്കുന്ന നയസമീപനങ്ങൾ സ്വീകരിക്കുന്നിടത്താണ് കേരളത്തിലെ ജനതയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാഴ്ചവെക്കുന്നത്. ഈ ഭരണത്തിൽ കേന്ദ്ര ഗവൺമെന്റ് തന്നെ കേരളത്തിന്റെ ഭരണരംഗത്തെ വിലയിരുത്തിക്കൊണ്ട് ഓരോ മേഖലയിലും അവർ നടത്തുന്ന പരിശോധനയിലെല്ലാം തന്നെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വെച്ച് മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. K രതീഷ് അധ്യക്ഷനായി. CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MK സുരേന്ദ്രൻ, K സുലോചന, ലോക്കൽ സെക്രട്ടറി V ഗംഗാധരൻ, ബ്രാഞ്ച് സെക്രട്ടറി K അനൂപ് എന്നിവർ സംസാരിച്ചു. വടക്കഞ്ചേരിയിലെ കലാ സാംസ്കാരിക കൂട്ടായ്മയായ സംസ്കാരയുടെ നേതൃത്വത്തിൽ MT വാസുദേവൻ നായർ, P ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു. വടക്കഞ്ചേരിയിലെ കലാപൈതൃക കൂട്ടായ്മയായ സംസ്കാരയുടെ നേതൃത്വത്തിലാണ് MT വാസുദേവൻ നായർ, P ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചത്. വടക്കഞ്ചേരി EMS കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി PP സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. എത്രയോ തലമുറയെ സ്വാധീനിക്കാൻ സാധിച്ച മലയാളത്തിൻ്റെ സുഹൃതമാണ് ശ്രീ MT വാസുദേവൻ.
സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി നോവലുകളായാലും അതോടൊപ്പം തന്നെ ചെറുകഥയായാലും സിനിമയായാലും ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ കാലം എന്ന് പറയുന്ന നോവൽ, കാലം, എനിക്ക് ഏറ്റവും ഇഷ്ട നോവൽ അദ്ദേഹത്തിൻ്റെ കാലം എന്ന് പറയുന്ന നോവൽ. അദ്ദേഹത്തിൻ്റെ സേതു എന്ന കഥാപാത്രം, ആ കഥാപാത്രത്തോട് ഏറ്റവും ആ നോവലിൻ്റെ അവസാനം സുമിത്ര പറയുന്നുണ്ട്. സുമിത്രയോട് സേതു പറയുകയാണ് എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. സുമിത്ര തിരിച്ചുകൊണ്ട് പറയുന്നത് സേതുവിനെ മാത്രമായിരുന്നു ഇഷ്ടം. യഥാർത്ഥത്തിൽ ഓരോരുത്തരിലുമുള്ള ഒരു സ്വഭാവ സവിശേഷതയാണ് അദ്ദേഹം ആ വാക്കിലൂടെ പ്രകടിപ്പിച്ചത്. അങ്ങനെ തുടങ്ങി എത്ര നോവലുകൾ ഇവിടെ നമ്മുടെ ആദ്യത്തെ നോവലായ നാലുകെട്ട് മുതൽ എത്രയോ നോവലുകൾ അദ്ദേഹം വിവിധ തലങ്ങളിൽ ഈ മലയാളത്തിന്, രാജ്യത്തിന്, ലോകത്തിന് സംഭാവന ചെയ്തു. സംസ്കാര പ്രസിഡന്റ് കെ ജ്യോതികുമാർ അധ്യക്ഷനായി. കവിയും സാഹിത്യകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡോക്ടർ കെ വാസുദേവൻ പിള്ള, PSAB എന്നിവർ സംസാരിച്ചു. കേരള ബീവറേജസ് കോർപ്പറേഷൻ സ്റ്റാഫ് അസോസിയേഷൻ ജനറൽ ബോഡി യോഗം നടന്നു. CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. മാധ്യമങ്ങൾ അതിന്റെ പുറകിലേ പോകില്ലല്ലോ. മാധ്യമങ്ങളെല്ലാം പിണറായി സർക്കാരിന്റെ കാരണമാണ്. ഇപ്പം 5 മാസം 6 മാസമായില്ലേ ഈ വയനാട് ദുരന്തം കഴിഞ്ഞിട്ട്. ആ ദുരന്ത മേഖലയ്ക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം പകരുന്ന നിലപാട് ഈ രാജ്യത്തെ BJP സർക്കാർ നമുക്ക് നൽകിയോ? ഏതെങ്കിലും മാധ്യമങ്ങൾ ചർച്ച ചെയ്തോ? മാധ്യമങ്ങളുടെ ചർച്ചയല്ല എന്താണ്? മാധ്യമങ്ങളുടെ ചർച്ച മുഴുവൻ എങ്ങനെ ഈ ഗവൺമെൻറ് കുഴപ്പമാണ്, കൊള്ളരുതാത്ത ഗവൺമെൻറ്റാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വ്യാപകമായ വ്യാജ പ്രചരണമല്ലേ കേരളത്തിലാകെ നടക്കുന്നത്. രാജ്യത്ത് ഇതുപോലെ വ്യാജ പ്രചരണം നടത്തുന്ന മാധ്യമങ്ങൾ മറ്റൊരു സംസ്ഥാനത്തുമില്ല. കേരളത്തിൽ മാധ്യമങ്ങൾ വ്യാപകമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായി വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. TK നൌഷാദ് അധ്യക്ഷനായി. VS അരുൺ, കാർത്തികേയൻ, B രാജേഷ്, സനൽ, ജയപ്രകാശൻ എന്നിവർ സംസാരിച്ചു. INTUC യൂണിയനുകളുടെ കൂട്ടായ്മയായ TDF ആഹ്വാനം ചെയ്ത KSRTC ജീവനക്കാരുടെ പണിമുടക്ക് ഭാഗികം. സംസ്ഥാനത്തെ പലയിടങ്ങളിലും സർവീസ് മുടങ്ങിയിരുന്നു. ഏകദേശം 30% ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. വടക്കഞ്ചേരി ഡിപ്പോയിൽ 20ഓളം ബസ്സുകൾ സർവീസ് നടത്തി. വളരെ ചുരുക്കം ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്താതിരുന്നത്. ഡിപ്പോയിൽ നിന്നും സർവീസ് നടത്താൻ ആരംഭിച്ച വാഹനങ്ങൾ സമരാനുകൂലികൾ അല്പനേരം തടഞ്ഞിട്ട് പ്രതിഷേധിച്ചു. വടക്കഞ്ചേരി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ സംസ്ഥാനമൊട്ടാകെ ചില ദീർഘദൂര ബസ്സുകളടക്കം സർവീസ് നടത്തിയിരുന്നു. ആലത്തൂർ SN കോളേജിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് KSUവിന്റെ നേതൃത്വത്തിൽ കോളേജിലേക്ക് മാർച്ച് നടത്തി. KSU ആലത്തൂർ അസംബ്ലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് കോളേജിന് മുൻപിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രതിഷേധ യോഗം വടക്കഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M ദിലീപ് ഉദ്ഘാടനം ചെയ്തു. കലോത്സവത്തിൽ ഒരു ചെറിയ പ്രശ്നം നടന്നപ്പോൾ അത് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചോ എന്നുള്ളതാണ്. ഇന്നത്തെ കേരളത്തെ പ്രത്യേക സാഹചര്യത്തിൽ കഞ്ചാവും മയക്കുമരുന്നും വിൽക്കുന്നവന് പ്രശ്നമില്ല. ആ വിൽക്കുന്നത് ഒരു പരാതി പറഞ്ഞാൽ അവനാണ് കുഴപ്പക്കാരൻ. അവനെ അടിച്ചമർത്തുക, കൊല്ലുക എന്നുള്ള നയമാണ് ഇപ്പോൾ ഇടതുപക്ഷം സ്വീകരിച്ചിരിക്കുന്നത്. അതുപോലെ ഒരു വിഷയമുണ്ടായപ്പോൾ അത് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചതാണ് കുറ്റം. ആ വിഷയമുണ്ടാക്കി നാടിൽ മുഴുവൻ കലാപമുണ്ടാക്കുന്ന SFI-കാരൻ ചെയ്യുന്നത് കുറ്റമല്ല എന്നുള്ളതാണ്. വിവേക് വിനോദ് അധ്യക്ഷനായി. ആലത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV കണ്ണൻ, ഉദയകുമാർ, അജാസ് കുഴൽമന്നം, അനൂജ് ഹരിദാസൻ, ഡിജു, ദിവാകരൻ, രഞ്ജിത്ത് K രാജ് എന്നിവർ സംസാരിച്ചു.